ലോക മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വളരെ വലിയൊരു പണ്ഡിതനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ വളരെയധികം വേദന ഉളവാക്കുന്നതായിരുന്നു. നൈസാബൂരിലെ ഭരണാധികാരി അദ്ദേഹത്തെ പുറത്തൊരൊറ്റ കാരണമേ ഉള്ളൂ. ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരാളായിരുന്നില്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഭരണകൂടം പറയുന്നത് മുഴുവനും കണ്ണടച്ച് വിശ്വസിച്ച് അവരെ സുഖിപ്പിക്കുന്ന വാക്കുകൾ ഇമാം ബുഖാരിയിൽ ഉണ്ടായില്ല. അങ്ങനെ നൈസാബൂർ എന്ന് പറയുന്ന നാട്ടിൽ വളരെ ആദരവോടുകൂടി കഴിഞ്ഞിരുന്ന ഇമാം ബുഖാരിയെ അവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ സ്വന്തം നാടായ ബുഖാറയിലെത്തിയപ്പോൾ അവിടുത്തെ നാട്ടുകാർ പൂക്കൾ വിതറിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന മഹാഗുരുവിനെ സ്വീകരിച്ചത്. പക്ഷേ നൈസാബൂർ ഭരണാധികാരി ബുഖാറയിലെ ഭരണാധികാരിക്ക് കത്തെഴുതി, നിങ്ങളുടെ നാട്ടിൽ താമസിക്കുന്ന ആ പണ്ഡിതനെ പുറത്താക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ആ നാട്ടിൽ നിന്ന് ഓടിക്കാൻ അന്നത്തെ മതപണ്ഡിതരും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാപൂർവമായ അനുഭവം. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രാത്രി തൻ്റെ കയ്യിലുള്ള ഗ്രന്ഥങ്ങൾ പോലും എടുത്തു വെക്കാൻ പോലും സമയം കിട്ടാതെ അവിടെ നിന്ന് ഓടേണ്ടി വന്നു. സമർക്കന്ദിൽ നിന്നുള്ള മറ്റൊരു നാട്ടിലേക്കാണ്. അവിടെ തൻ്റെ ഒരു ബന്ധു ഉണ്ടെന്നും അവിടെ താമസിക്കാമെന്നും കരുതി സമർക്കന്ദ് എന്ന് പറയുന്ന നാടിൻ്റെ അതിർത്തിക്ക് ഇപ്പുറത്തുള്ള ഒരു വീട്ടിൽ കയറി. ആ വീട്ടിലായിരുന്നു ബന്ധു താമസിച്ചിരുന്നത്. കൂടെ തൻ്റെ സഹചാരിയായ ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ഖാദിമും ഉണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലെത്തിയപ്പോഴേക്കും ബുഖാറിയിൽ നിന്ന് വിവരം കിട്ടിയിരുന്നു, സമർക്കന്ദിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന ഇമാം ബുഖാരിയെ അടിച്ചോടിക്കണമെന്നായിരുന്നു. അങ്ങനെ അന്നേക്കു രാത്രി തന്നെ ആ ബന്ധുവീട്ടിലേക്ക് സമർക്കന്ദിലെ സുരക്ഷാ സേന എത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകണം. തനിക്ക് അഭയം നൽകിയ വീട്ടുകാർക്കൊരു വേദനയും വരണ്ടെന്ന് കരുതിയിട്ട് അന്നൊരു പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു. നോമ്പെടുത്ത ക്ഷീണമുണ്ട്, പിറ്റേ ദിവസം പെരുന്നാളാണ്. ആ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും സമയം കൊടുക്കാതെ ഇമാം ബുഖാരിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. തൻ്റെ കൂടെയുള്ള ശിഷ്യനായ തൻ്റെ സഹചാരിയായ ഇബ്രാഹിമിനോട് പറഞ്ഞു, ഒരല്പം ഞാനൊന്ന് മയങ്ങാം, നേരം പുലർന്നാൽ പെരുന്നാളാണ്, ആഘോഷിക്കാൻ നമ്മുടെ കയ്യിൽ പുതുവസ്ത്രങ്ങളില്ല, നമുക്ക് നല്ല ഭക്ഷണങ്ങളില്ല, അള്ളാഹു നമുക്ക് എന്തെങ്കിലും നന്മ നൽകിയേക്കാം. ആ മരച്ചുവട്ടിൽ 2 മണിക്കൂറുകളോളമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം വന്ന് വിളിച്ചുണർത്തിയപ്പോൾ ഇമാം ബുഖാരി എന്നേക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരുന്നു. ഇന്നത്തെ ചില പണ്ഡിതന്മാർ കാണാം, ഭരണകൂടത്തിനെ സുഖിപ്പിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ വാങ്ങിയിട്ട് തങ്ങൾ വലിയ ആളുകളാണെന്ന് നടിക്കുന്ന ആളുകൾ. ഒരു നിമിഷം ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ബുഖാരി എന്ന സ്വഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ ആ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഓർത്ത് നോക്കുക. ഈ ഭരണാധികാരികൾ ആരും സത്യനിഷേധികളായ ആളുകളല്ല, ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ തന്നെയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന മഹാഗുരുവിനെ വേദനിപ്പിച്ചതെന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം.